കേരളത്തിലെ ബൈ ഇലക്ഷനുകളുടെ പ്രഡിക്ഷൻ ഞാൻ നടത്തിയത് ഏതാണ്ട് ശരിയായിരിക്കുകയാണ്. ചേലക്കരയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമായി ചെറിയ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും 1/3 താഴെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കുകയാണ് ഉണ്ടായത്. ഇടതുപക്ഷം ഇവിടെ ചെറിയ വോട്ടിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ പ്രവചനത്തെയും കവച്ചു വെക്കുന്ന വിജയമാണ് വയനാട്ടിലും പാലക്കാടിലും കോൺഗ്രസിന് ലഭിച്ചത്. പാലക്കാട് സമീപകാലത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും മികച്ച ഭൂരിപക്ഷമായ 19,000-ഓളം വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. 14,000 വരെ ഭൂരിപക്ഷമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധേയമാണ് താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി സരിന്റേത്. 3-ാം സ്ഥാനത്തായെങ്കിലും 2-ാം സ്ഥാനത്തുള്ള BJP-യേക്കാൾ വെറും 2,000-ഓളം വോട്ടുകളുടെ മാത്രം കുറവാണ് സരിനുള്ളത്. ഇവിടെ BJP വലിയ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വലിയ തിരിച്ചടിയാണ് BJP-ക്ക് നൽകിയത്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ വിവരം വെച്ചു എന്ന് വേണം കരുതാൻ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് 6 ലക്ഷം വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 2.5 ലക്ഷം വോട്ടുകളും BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 1,20,000 വോട്ടുകളുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ പ്രിയങ്ക 3.5 ലക്ഷത്തിനോട് അടുത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നും അതിന്റെ കാരണം പോളിംഗ് ശതമാനം വളരെയേറെ കുറഞ്ഞതുകൊണ്ടായിരുന്നു. എന്നാൽ രാഹുലിനേക്കാൾ ജനങ്ങളുമായി കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിച്ചത് പ്രിയങ്കയ്ക്കാണെന്നും അതിനാൽ തന്നെ കുറഞ്ഞ പോളിംഗ് ആണ് നടന്നത് എങ്കിലും രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫലം വന്നപ്പോൾ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. പ്രിയങ്കയുടെ വോട്ടുകളുടെ എണ്ണം 6,27,000-ന് മുകളിലായിരുന്നു. BJP സ്ഥാനാർത്ഥിയാകട്ടെ 1,09,000 വോട്ടുകൾ മാത്രമാണ് നേടിയത്. അതുപോലെ ഇടതുപക്ഷത്തിനും 2.5 ലക്ഷം പ്രതീക്ഷിച്ച സ്ഥാനത്ത് 2,11,000-ഓളം വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. അങ്ങനെ രാഹുലിനെ കവിച്ചു വെക്കുന്ന ഭൂരിപക്ഷമായ 4,12,000-ലധികം വോട്ടുകൾക്ക് വയനാട്ടിലെ ജനത പ്രിയങ്കയെ വിജയിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനാൽ 2019-ലെ രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് മറികടക്കാനായില്ല. ഇവിടെയും ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും വോട്ട് ചോർച്ച കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിവേകത്തിന്റെ തെളിവാണ്.